അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനി ജാസ്ലിയുടെ അപകട മരണത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പിടിയിൽ. വാഗമണിൽ നിന്നാണ് ഡോക്ടർ സിറിയക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സിറിയക്കിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസിനെതിരെ മരിച്ച ജാസ്ലിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയതാണ്. അതിനുശേഷമാണ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന അറസ്റ്റിന് ശേഷം ജാസ്ലിയുടെ കുടുംബം പ്രതികരിച്ചു. മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക. കാരണം ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് മനുഷ്യജീവന് വിലയില്ലാതാവരുതല്ലോ. മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുന്നില്ല. അയാൾ ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവൂല. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അമ്മേ അയാളൊന്ന് ഹോസ്പിറ്റലിൽ, എൻ്റെ ചേച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷമ പോലും അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാതെ ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്. എന്തോ അതിന്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി, അതിന് വലിയ ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞാഗ്രഹം, അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ജാസ്ലിയുടെ അമ്മ പ്രതികരിച്ചതുപോലെ ഒരു അപകട മരണം ഉണ്ടാകും. നമുക്കറിയാം, നിത്യേന ഇതുപോലുള്ള അപകട മരണങ്ങൾ, നിരവധി മനുഷ്യജീവനുകൾ റോഡിൽ പൊലിയുന്നുണ്ട്. പക്ഷേ ഈ ജാസ്ലിയുടെ മരണം നമ്മളിങ്ങനെ മാധ്യമങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു അപകടം ഉണ്ടാക്കിയ ശേഷം പ്രതി വാഹനം നിർത്താതെ പോയതാണ്. അതൊരു സാധാരണ വ്യക്തിയല്ല, ഒരു ഡോക്ടറാണ്. മനുഷ്യജീവൻ അത്രയധികം വില കൽപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഒരു സാധാരണ ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം മാത്രമായി ചുമത്തേണ്ടിയിരുന്ന ഒരു കേസാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഒടുവിൽ ആ പ്രതിക്ക് ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്നും പോലീസിന് ഈ പ്രതിയെ പിടികൂടുന്നൊരവസ്ഥയിലേക്ക് വരും കാര്യങ്ങൾ നീങ്ങുന്നു. എവിടെ നിന്നാണ്, അതായത് വാഗമണിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം. എത്ര ദിവസമായി ഇയാൾ ഈ ഡോക്ടർ സിറിയക്ക് അവിടെ ഒളിവിലുണ്ട്? ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച പിതാവ് ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. ടോമി, അമ്മ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് ഇങ്ങനെ തന്റെ മകൾക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അവളെ വാഹനമിടിച്ചു. ആ സമയത്ത് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഡ്രൈവർ തയ്യാറായിരുന്നുവെങ്കിൽ തന്റെ മകൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസമെങ്കിലും, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചല്ലോ എന്നൊരാശ്വാസമെങ്കിലും ഈ പ്രതിയോട്, ഈ സിറിയക്കിനോട് ഇത്രയേറെ ദേഷ്യം തോന്നില്ലായിരുന്നു. പക്ഷെ അതുപോലും അവഗണിച്ചുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറാണ് ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. ഇത് തന്നെയാണ് ആ കുടുംബത്തിന്റെ പ്രതിഷേധത്തിനും അവരുടെ വിഷമത്തിനും കാരണം. സമൂഹം ഒന്നാകെ അതിനെ ഏറ്റെടുക്കുകയും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലടക്കം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും. സിറിയക്ക് ആ സമയത്ത് ഈ പാവം പെൺകുട്ടിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടായിരുന്നു. സിറിയക്കിനെ സ്വാഭാവികമായ ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒളിവിൽ പോവുകയും ഈ പെൺകുട്ടിയെ കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും അന്വേഷിക്കാതെ ആ സിറിയക്കിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇത്രയേറെ വിവാദമാകുവാനും കാരണം. ഇന്ന് രാവിലെയാണ് ഏകദേശം ഒരു 11:30 കൂടിയാണ് സിറിയക്കിനെ വാഗമണിലെ ഒരു റിസോർട്ടിൽ നിന്ന് പിടികൂടിയത്. ആ റിസോർട്ട് 3 ദിവസമായി സിറിയക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ പെൺകുട്ടി മരിച്ച ദിവസം മുതലാണ് സിറിയക്ക് ആ റിസോർട്ടിൽ താമസിച്ചത്. അപ്പോഴാണ് സിറിയക്ക് ഒളിവിലായി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ സിറിയക്ക് വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പോലീസ് വേണ്ട വിധത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്തിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 6ാം ദിവസമാണ് സിറിയക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതും ഇത്രയേറെ വിവാദമായതിനു ശേഷമാണ്. അതിനു മുൻപ് തന്നെ സിറിയക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും എല്ലാ സാഹചര്യവും പോലീസിന്റെ മുൻപിലുണ്ടായിട്ടും അത് ചെയ്യാതെ പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ സമീപിക്കേണ്ട, അല്ലെങ്കിൽ പ്രതിക്ക് ഇത് ഇത്രയും വലിയ വിഷയമാകില്ല എന്നൊരു രീതിയിലേക്ക് പോലീസും മാറിയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സിറിയക്കിന്റെ പിതാവിനെ വീട്ടിലേക്ക്, ജോർജ് മാത്യുവിനെ
പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അവർ കോട്ടയത്തെ അതിരമ്പുഴയിലെ വീട്ടിലെത്തി പരിശോധനയ്ക്കായി അവിടെ എത്തിയെങ്കിൽ പോലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഇന്നലെ വൈകിട്ടോടുകൂടി പിതാവ് വരികയും പിതാവിനെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാളുടെ ഫോണിലെ ചില വിവരങ്ങളിലും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ നിന്നുമാണ് സിറിയക്ക് ഒളിവിലാണ്, ഇത് കേരളം വിട്ടു പോയിട്ടില്ല എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയും സിറിയക്കിനെ ഒളിവിൽ പോകാൻ സഹായിച്ച പിതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ കൂടി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കുമൊക്കെ എത്തിയത്. അപ്പോഴും പോലീസ് കരുതിയിരുന്നത് സ്വാഭാവികമായും പിതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സിറിയക്ക് കീഴടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു പോലീസിന്റെ കരുതൽ. അതിനിടയിലാണ് വാഗമൺ SHOയ്ക്ക് ഒരു സന്ദേശം ലഭിക്കുന്നത്. സിറിയക്കിനെ പോലെ ഒരാളെ ഈ റിസോർട്ടിൽ, വാഗമണിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ കണ്ടെത്തിയെന്നും പോലീസ് മഫ്തിയിലാണ് ആ റിസോർട്ടിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് അത് സിറിയക്കാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഈ വിവരം അങ്കമാലി പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിറിയക്കിന് പോലീസ് ആണെന്ന് മനസ്സിലായത്, അതായത് തന്നെ പിടികൂടാൻ എത്തിയ പോലീസാണെന്ന് മനസ്സിലായതോടുകൂടി സിറിയക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് പിടികൂടി. അവിടെ നിന്ന് തന്നെ പിടികൂടിയിട്ട് അങ്കമാലി പോലീസിന് കൈമാറുന്ന സാഹചര്യമാണ്. എന്തായാലും വൈകിട്ടോടുകൂടി സിറിയക്കിനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ആ ലുക്കൌട്ട് നോട്ടീസിൽ കാണാം ടോം, സിറിയക്ക് താടി ഉള്ള ഒരു ഫോട്ടോയാണ്. പക്ഷേ ഇത് ഒളിവിൽ പോയ സാഹചര്യത്തിൽ ആ താടി ഷേവ് ചെയ്ത ഒരു രൂപമാണ് ഇപ്പോൾ സിറിയക്കിനെ കാണുന്നത്. അങ്ങനെ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിറിയക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുടുംബം പറഞ്ഞത് വളരെ വേദനിക്കുന്ന കാര്യങ്ങൾ. ആ അമ്മയുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണം, ആ സഹോദരന്റെയും അച്ഛന്റെയൊക്കെ വളരെ വൈകാരികമായ പ്രതികരണം, തന്റെ മകളെ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ മകളുടെ മരണത്തിന് കാരണക്കാരനായ ആളെ പിടികൂടാത്ത പോലീസ് നടപടി, തന്റെ മകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള അവരുടെ ഒരു കുറ്റബോധം, ഇതെല്ലാം തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പൈസയുള്ള ആളാണ്, ഡോക്ടറാണ്, ഒരു നിരവധി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ഇയാളെ പിടികൂടാൻ പോലീസ് വൈകുന്നത് എന്നായിരുന്നു അമ്മ ഇന്നലെ തീർച്ചയായും സമ്പന്ന കുടുംബമാണ്, നല്ല ജോലിയുണ്ട്, വലിയ സാമ്പത്തിക ശേഷി, മാത്രമല്ല വലിയ സ്വാധീനമൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കേസ് അന്വേഷണത്തിൽ തുടക്കത്തിൽ പോലീസ് ഒരു വീഴ്ച വരുത്തിയത്. പക്ഷേ വലിയ ആക്ഷേപം, വിമർശനം പോലീസിനെതിരെ ഉയർന്നതോടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു, പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. ശക്തമായ നടപടി, ശിക്ഷ ഇയാൾക്ക് ഉറപ്പാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുമുണ്ട്. മാത്രമല്ല നവം, ഇവിടെ നമുക്കറിയാം നിയമ നടപടി മാത്രം ഇയാൾക്കെതിരെ മതിയോ? ഒരു ഡോക്ടറാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഒരു ജീവൻ രക്ഷിക്കേണ്ട വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു അനാസ്ഥ, ഒരു വീഴ്ച, ഗുരുതരമായിട്ടുള്ള ബോധപൂർവമായ ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഒരു രോഗികളെ ചികിത്സിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നടപടി വേണ്ടേ? അത്തരമൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? ഇക്കാര്യം കുടുംബം ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇയാൾ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, സിറിയക് P. ജോസഫ്. ഇയാൾ എങ്ങനെയാണ് നാളെ ഒരു ഡോക്ടറായി വന്നാൽ എന്ത് വിശ്വാസത്തിലാണ് ഇയാളുടെ അടുത്തേക്ക് ഒരു രോഗി പോവുക? ഇത്തരത്തിലൊരു ഉത്തരവാദിത്തമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളെ എങ്ങനെയാണ് രോഗികളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കുടുംബം ചോദിച്ചു. ആരോഗ്യവകുപ്പ് ഇയാൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി കുടുംബം ഇന്നലെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ ഇതുവരേക്കും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നോ ആരോഗ്യവകുപ്പ് ഇടപെട്ടതായിട്ടോ നമുക്ക് വിവരം ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഇനി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിൽ സിറിയക്കെതിരെ കൂടുതൽ നടപടികളിലേക്കുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ പോലീസ് ഇട്ട വകുപ്പ് അനുസരിച്ച് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ടോം, ഒരു കാര്യം, ഈ അപകടം സംഭവിച്ച സമയത്ത് സിറിയക്ക് ലഹരി ഉപയോഗിച്ചിരുന്നോ അല്ലെങ്കിൽ മദ്യപിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ? നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണാം. ആ പെൺകുട്ടി തെറിച്ചു പോകുന്നതാണ്, ആ വാഹനം ഇടിച്ച ആഘാതത്തിൽ തെറിച്ചു പോകുന്ന വളരെ പേടിപ്പിക്കുന്നതായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അമിത വേഗതയിലാണ് ഈ വാഹനം പോയത്. അങ്ങനെ മദ്യപിച്ചിരുന്നോ, മറ്റേതെങ്കിലും ലഹരി? തീർച്ചയായും അതാണ് സംശയിക്കേണ്ടത് നവമി. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ലഹരിയോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അവിടെ നിർത്താം, വാഹനം നിർത്താം. കാരണം പോലീസ് ഒരിക്കൽ ഒരുപക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കുമോ സിറിയക്ക്
ഒളിവിൽ പോയത്? കാരണം ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷമാണ്, ഒരാഴ്ചയോളം അടുക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇയാളെ പിടികൂടുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇനിയൊരു രക്തപരിശോധന നടക്കില്ല, ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ മദ്യപിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലും കണ്ടെത്തുക അത്ര എളുപ്പമായിരിക്കില്ല. പോലീസ് അത്തരം ഒരു സംശയമുണ്ടോ? തീർച്ചയായും ടോം, കാരണം പ്രത്യേകിച്ച് ഒരു ഡോക്ടറാണ്, അത് കൃത്യമായി അറിയാം. വൈദ്യപരിശോധനയിൽ എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാലായിരിക്കും തന്റെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ രക്തത്തിൽ കലർന്ന ലഹരി വസ്തുക്കളുടെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന ടെസ്റ്റിൽ അറിയാൻ സാധിക്കുന്നത്. അത് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ കഴിയില്ല. ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് സിറിയക്ക്. ആ സാഹചര്യത്തിൽ തന്നെയായിരിക്കും വാഹനം നിർത്തിയിട്ടും വാഹനം ഇടിച്ചിട്ടും ആ പെൺകുട്ടിക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ള അപകടം സംഭവിച്ചിട്ടും വണ്ടി നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോയത് ലഹരി ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും എന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും സിറിയക്കിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പോലീസിന്. പക്ഷെ അത് തെളിവ് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇന്ന് 6ാമത്തെ ദിവസമാണ് സിറിയക്കിനെ പിടികൂടുന്നത്. ഇനി ഈ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചവർ, അങ്ങനെയുള്ള ഈ ഒപ്പം ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ, ഈ വാഹനത്തിലുണ്ടായിരുന്ന സുഹൃത്ത്, ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിൽ നിർണായകമായ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു സിറിയക്ക് എന്ന് കണ്ടെത്താൻ ഇനി പോലീസിന് കഴിയുകയുമില്ല. ഇതറിയാവുന്ന സിറിയക്ക് മനഃപൂർവ്വം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സിറിയക്കിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സിറിയക്കിന്റെ അച്ഛന്റെ അറസ്റ്റ് കോടതിയിൽ ഉടനെ തന്നെ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മകനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റമാണ് പോലീസ് അച്ഛനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് സിറിയക്ക് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാണ്. കുടുംബവും അത് തന്നെയാണ് ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉടനടി ഈ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് തന്നെ നമുക്ക് പറയാം. പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടക്കം മുതൽ വലിയ അലംഭാവം ഉണ്ടായി. എന്തായാലും ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഇത്രയേറെ വാർത്തയായി, വലിയ വിവാദമായി, പ്രതിഷേധമായി. ഇതിനെ തുടർന്ന് തന്നെയാണ് എത്രയും വേഗത്തിൽ സിറിയക്കിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞതുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരുപക്ഷെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. കാരണം അത്രയും തിരക്കേറിയ പാതയാണ് കേരളത്തിലെ. കാരണം ചെറിയ വഴികളാണ്, അപകടങ്ങൾ പല ദിവസങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ അബദ്ധത്തിലാണെങ്കിലും ഈ ബോധപൂർവമാണെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിർത്താൻ, വാഹനം നിർത്തി അപകടത്തിൽ പരിക്കേറ്റവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഡോക്ടർ സിറിയക്കിന് സംഭവിച്ചതുപോലുള്ള നിയമക്കുരുക്കൾ, നാണക്കേട്, പിന്നെ ഒളിവിൽ പോകേണ്ട സാഹചര്യം, അതിനുശേഷം മറ്റ് നിയമ നടപടി, ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന് എല്ലാവരും ഓർക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.